ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനകത്ത് BJPയുടെ RSSന്റെ ബേസിക്കലി അദ്ദേഹം RSSന്റെ നേതാവാണ് റാം മാധവ്. അദ്ദേഹം കുറച്ച് നാൾ RSSന്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന RSSന്റെ ഓവർസീസ് ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പം അദ്ദേഹം ഒരു ഒപ്പീനിയൻ കോളം എഴുതി. അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം അദ്ദേഹം അമേരിക്കയിൽ പോയി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം ആദ്യം പോയപ്പോൾ അത്രയും പ്രശ്നമില്ലായിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മഗ. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വളരെ നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ചാർലി കിർക്കിൻ്റെ ഫുട്ബോൾ സെറിമണി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു വിശ്വാസിയാണ്, അവരെ ക്രിസ്ത്യൻ ഗോസ്പൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുന്നത്. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് ഇത് പറയുന്നത്. അതായത് മൾട്ടി കൾച്ചറുള്ള അമേരിക്കയിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ 2, 3, 4 മാസം കൊണ്ട് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ജാനുവരി 1st വീക്കിൽ, അതായത് അദ്ദേഹം അമേരിക്കയിലുണ്ടായിരുന്നു ഡിസംബർ അങ്ങോട്ട് കഴിയുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം അവിടെ ടെക്സാസിലും ഫ്ലോറിഡയിലുമാണ് കൂടുതൽ പോയത്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ജീവിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലുള്ള ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്ക മോണിറ്റർ ചെയ്യുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാരെ ഹറാസ് ചെയ്യുന്നു, എയർപോർട്ടിൽ ഹറാസ് ചെയ്യുന്നു, കടകളിൽ പോയാൽ ഹറാസ് ചെയ്യുന്നു, ഇന്ത്യക്കാരൻ അവരുടെ പേരുകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഹിന്ദുവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചണം, അതേപോലെ തന്നെ ഈ മറ്റുള്ള കുങ്കുമങ്ങളും സംഭവങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അവരോടൊക്കെ കൃത്യമായിട്ട് പറയാൻ തുടങ്ങി ഗോ ബാക്ക് ടു ഇന്ത്യ, അതായത് ഇന്ത്യയിലൊക്കെ തിരിച്ചു പോകും. അവിടെ കടകളിൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റുള്ള പല ആൾക്കാരോടും ഇത് സ്ഥിരമായിട്ട് പറയാൻ തുടങ്ങി. അതായത് അദ്ദേഹം പറയുന്നത് ഇതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതായത് പല ഇഷ്യൂസും ഉണ്ട്. അതായത് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഇമിഗ്രൻ്റ് ക്രൈസിസ് എന്ന് പറയാൻ ചില രാജ്യങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യക്കാരുടെ H1B വിസ ഇഷ്യൂ അതിനെപ്പറ്റി പറയുന്നുണ്ട് ആ ഒപ്പീനിയൻ്റെ അകത്ത്.